ജനസേവാ സമിതി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നാഷണൽ NGO കോൺഫെഡറേഷന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന വിമൺ ഓൺ വീൽസ് പദ്ധതിയുടെ എറണാകുളം ജില്ലാ നോർത്ത് സോൺ ഉദ്ഘാടനം കേടാമംഗലം കവിത ഇവന്റ് ഹബ്ബിൽ മുൻ DGP ഋഷിരാജ് സിംഗ് നിർവഹിച്ചു. നാഷണൽ NGO കോൺഫെഡറേഷൻ ആസൂത്രണം ചെയ്ത കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി വനിതാ ശാക്തീകരണ പദ്ധതിയായ വിമൺ ഓൺ വീൽസ് എന്ന പദ്ധതിയുടെ എറണാകുളം ജില്ലാ നോർത്ത് സോൺ ഉദ്ഘാടനം കേടാമംഗലം കവിത ഇവന്റ് ഹബ്ബിൽ നടന്നു. 600 വനിതകൾക്ക് 50% സബ്സിഡിയിൽ ഹോണ്ട, യമഹ, TVS എന്നീ കമ്പനികളുടെ ഇരുചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. NGO കോൺഫെഡറേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയും ജനസേവാ സമിതി ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ ട്രസ്റ്റ് വഴി 545 വാഹനങ്ങളും വിൻസെൻഷ്യൽ സർവീസ് സൊസൈറ്റി, സൊസൈറ്റി ഫോർ ഫാമിലി ഹാർമണി, ഹോളി ഫാമിലി സർവീസ് സൊസൈറ്റി, അവാർഡ് ഭവൻ, ആൽ ഫൗണ്ടേഷൻ എന്നീ സംഘടനകൾ വഴി 55 വാഹനങ്ങളുമാണ് വിതരണം ചെയ്തത്. നാഷണൽ NGO കോൺഫെഡറേഷന്റെ പ്രസ്റ്റീജിയസ് പദ്ധതിയായ വിമൺ ഓൺ വീൽസ് എന്ന പരിപാടിയിൽ ആദ്യഘട്ടത്തിൽ 10,000 വനിതകളാണ് ഗുണഭോക്താക്കളായി വരുന്നത്. നാഷണൽ NGO കോൺഫെഡറേഷൻ ദേശീയ ചെയർമാൻ ആനന്ദ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് മുൻ DGPയും ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായിരുന്ന ഋഷിരാജ് സിംഗ് IPS ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ജോലി ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ആദ്യത്തെ ഇവിടെ നടക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വളരെ ദയനീയമായ, വളരെ ശോചനീയമായ അവസ്ഥയാണ് അപകടത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലും ഇന്ത്യ രാജ്യത്തിലും ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 3 സെക്കൻഡിൽ ഇന്ത്യയിൽ ഒരു അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 3 സെക്കൻഡിൽ ഒരു 20 സെക്കൻഡിൽ ഒരാൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. റോഡ് അപകടത്തിൽ മാത്രം ഒരു ദിവസത്തിൽ ഇപ്പോൾ മരിക്കുന്നത് 460ഓളം ആളുകൾ ഒരു ദിവസത്തിൽ. ഒരു വർഷത്തിൽ മരിക്കുന്നത് 1,75,000 ആളുകൾ. ലോകത്തിൽ ഇന്ത്യ രാജ്യത്തിൽ മുഴുവൻ ഉണ്ടായ വാഹനങ്ങളുടെ 1% വാഹനം മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. 1%. പക്ഷേ ഇവിടെ മരിക്കുന്ന ആളുകളുടെ ലോകത്തിൽ മരിക്കുന്ന 1 കോടി ഏകദേശം 1 കോടി ജനങ്ങൾ ഇത് മരിക്കുമ്പോൾ 2 ലക്ഷം മരണങ്ങൾ ഇന്ത്യ രാജ്യത്തിൽ മാത്രം നടക്കുന്നത്. NGO കോൺഫെഡറേഷൻ നാഷണൽ കോർഡിനേറ്ററും സ്റ്റേറ്റ് സെക്രട്ടറിയുമായ അനന്ത് കൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. ജനസേവാ സമിതി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ N മധു, നാഷണൽ NGO കോൺഫെഡറേഷൻ എറണാകുളം ജില്ലാ സെക്രട്ടറി ബീന സെബാസ്റ്റ്യൻ, കവിത ഗ്രൂപ്പ് MD KO വർഗീസ് എന്നിവർ യമഹ, TVS, ഹോണ്ട ഇരുചക്ര വാഹനങ്ങളുടെ താക്കോൽദാനം നിർവഹിച്ചു. വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ കോർഡിനേറ്റർ ഡോക്ടർ ആനി ലിബു ആശംസകൾ അർപ്പിച്ചു. ജനസേവാ സമിതി ട്രസ്റ്റ് സെക്രട്ടറി CG മേരി സ്വാഗതവും വിൻസെൻഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് നന്ദിയും പറഞ്ഞു. വിമൺ ഓൺ വീൽസ് എന്ന സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി ഷീ ഡ്രൈവ് എംപവറിംഗ് റൂട്ട്സ് എഹെഡ് എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രൊഫസർ മേരി മെറ്റിൽഡ സെമിനാർ നയിച്ചു. റോഡ് സേഫ്റ്റി, സെൽഫ് പ്രൊട്ടക്ഷൻ എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ N വിനോദ് കുമാർ ചർച്ച സംഘടിപ്പിച്ചു. യമഹ, TVS, ഹോണ്ട വണ്ടികളുടെ ഫലപ്രദമായ ഉപയോഗത്തെക്കുറിച്ച് വിശദമായ പ്രസന്റേഷൻ അതത് കമ്പനി ഒഫീഷ്യൽസ് നിർവഹിച്ചു. റിട്ടയർഡ് RTO PP ബാബു എംപവർ റൈഡ് ഫ്ലാഗ് ഓഫ് ചെയ്തു. പരിപാടിയുടെ ഭാഗമായി വിവിധ പദ്ധതികൾക്കുള്ള സ്പോട്ട് രജിസ്ട്രേഷനും ഉണ്ടായിരുന്നു. സമൂഹത്തിന്റെ നാനാതുറയിലുള്ള സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരും പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. നാഷണൽ NGO കോൺഫെഡറേഷൻ ആസൂത്രണം ചെയ്ത കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി ഇതിനോടകം 10,000 വിദ്യാർത്ഥിനികൾക്ക് ലാപ്ടോപ്പുകളും 20,000 തയ്യൽ തൊഴിലാളികൾക്ക് തയ്യൽ മെഷീനുകളും വിതരണം ചെയ്തു. CSR, ക്രൗഡ് ഫണ്ടിംഗ്, ബൈക്ക് പർച്ചേസ്, റിഡക്ഷൻ എന്നിവയിലൂടെ സ്വരൂപിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പദ്ധതികൾ 50% സബ്സിഡി ഇംപ്ലിമെന്റിംഗ് ഏജൻസികളായ പ്രാദേശിക സന്നദ്ധ സംഘടനകൾ വഴി ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. വിമൺ ഓൺ വീൽസ് പദ്ധതി 1ാം ഘട്ടം പൂർത്തീകരിച്ച് 2ാം ഘട്ടത്തിലേക്കും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പദ്ധതിയുടെ ഭാഗമായ ലാപ്ടോപ്പ് വിതരണം 5 ഘട്ടം പിന്നിട്ട് 6ാം ഘട്ടത്തിലേക്കും തയ്യൽ മെഷീൻ വിതരണം 6 ഘട്ടം പിന്നിട്ട് 7ാം ഘട്ടത്തിലേക്കും പ്രവേശിച്ചു. ഭാവി പദ്ധതികളായ ജൈവഗ്രാമം, കാർബൺ ന്യൂട്രലൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി സൈക്കിൾ വിതരണം, തീരദേശ വികസനത്തിന്റെ ഭാഗമായി മത്സ്യബന്ധനോപാധികൾ, തയ്യൽ മെഷീൻ ലഭിച്ചവർക്ക് മൈക്രോ അപ്പാരൽ ക്ലസ്റ്റർ, നദീ പുനരുജ്ജീവനം, തയ്യൽ പരിശീലനം, വനിതകൾക്ക് ഡ്രൈവിംഗ് പരിശീലനം എന്നിവയെല്ലാം ആസൂത്രണ ഘട്ടത്തിലാണ്.